ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ രാവണപ്രഭു റീ റിലീസ് തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ഒരു വാരം പിന്നിടുകയാണ് ഈ ഒരു ചിത്രം. ഇതാ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെ. ഇന്ന് 7-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഇന്ന് 7-ാം ദിനം സിനിമയ്ക്ക് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. പല റിലീസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്നിരുന്നാലും മികച്ച രീതിയിലുള്ള ഒരു ഹോൾഡ് ഈ ഒരു സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയുന്നു. ഇതുകൂടാതെ തമിഴ്നാട്ടിൽ നാളെ മുതൽ പുതിയ റിലീസുകൾ ചാർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാംഗ്ലൂരും കുതിച്ചു നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ഇതുവരെ 163ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 6000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ 10 ലക്ഷം രൂപയോളമാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതും 13% ഒക്യുപ്പൻസിയിൽ. ഇന്നലെയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ഒക്യുപ്പൻസിയും കളക്ഷനുമൊക്കെയാണ് വന്നത്. ഇന്നലെ 15,25,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസായി വന്നത്. അങ്ങനെ ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി 2,63,00,000 രൂപയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. 1,67,000 ടിക്കറ്റുകൾ വിറ്റുപോയതായി കണക്കുകൾ കാണിക്കുന്നു. 2,000-ന് മുകളിലുള്ള ഷോകൾ കണ്ടു കഴിഞ്ഞതും കാണിക്കുകയും ചെയ്യുന്നു. ഇവിടെ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഇന്നലെ കൊണ്ട് തന്നെ 3,06,00,000 രൂപ കഴിഞ്ഞിരുന്നു. ഇന്നുകൊണ്ട് തീർച്ചയായും 3,20,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ തന്നെ 3,16,00,000 രൂപ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും പറയാൻ കഴിയുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്നത്തോടെ 4 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. വീണ്ടും ഒരു റീ റിലീസ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ കൂടെ കടന്നു പോവുകയാണ്. വരുന്ന വാരത്തിലും ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ 2 ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കുകൾ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് വമ്പൻ റിലീസുകൾ നാളെ നടക്കാനുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഒരു ഓളം ഉണ്ടാക്കാൻ ഒരാളെ ഇപ്പോൾ കഴിയുള്ളൂ, അത് മോഹൻലാൽ തന്നെ. രാവണപ്രഭു ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. പണ്ടത്തേനേക്കാൾ കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുകയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ. എന്തായാലും രാവണപ്രഭു അടിച്ച് തൂക്കുകയാണ് തിയേറ്ററുകളിൽ. വമ്പൻ റിലീസായ കാന്താര മാറ്റി വെച്ചിട്ട് എറണാകുളം കവിതയിൽ 6 ഷോ നിരത്തിയിട്ടുണ്ടെങ്കിൽ ആ നിരത്തിയ 6 ഷോയും ഹൗസ്ഫുള്ളാക്കാൻ കഴിഞ്ഞ മുതലാണ് ഇത് എന്ന് ആലോചിച്ചോളുക. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. ആളുകൾ വന്ന് ആർമാദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ഒരു സിനിമ കണ്ടു പോകുന്ന പോലെയല്ല, സന്തോഷം കൊണ്ട് മനസ്സിൽ ഒരു സന്തോഷം ലഭിക്കാൻ ഒരു സിനിമ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തിൽ പ്രത്യേകത. ആദ്യം 1,00,000 ടിക്കറ്റുകൾ വിറ്റുപോയെന്നുള്ള പോസ്റ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശനി ഞായർ കഴിയുമ്പോഴത്തേക്ക് അത് 2,00,000 ടിക്കറ്റുകൾ വിറ്റുപോയ കണക്കുകളിലേക്ക് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പുത്തൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പുതിയ പോസ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ 2-ാം വാരം എന്നുള്ള ആ ഒരു പോസ്റ്ററുമായിട്ട് ആശീർവാദ് സിനിമാസ് എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് എൽ സ്വാഗ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം.